വാർത്തയിലേക്കാണ്. ആലപ്പുഴ കായംകുളത്ത് മർദ്ദനമേറ്റ യുവാവ് മരിച്ചു. കായംകുളം സ്വദേശി വിഷ്ണുവാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. ഭാര്യ വീട്ടിലെത്തിയ യുവാവിനെ ബന്ധുക്കൾ ചേർന്ന് മർദ്ദിച്ചെന്നാണ് പരാതി. സംഭവത്തിൽ വിഷ്ണുവിന്റെ ഭാര്യയുടെ ബന്ധുക്കൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് മനീഷ ഇഷ മാത്യു ചേരുന്നുണ്ട്. മനീഷ, ഈ സംഭവങ്ങളൊക്കെ എപ്പോഴായിരുന്നു, എന്താണ് ഉണ്ടായത്? സംഗീത, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ള ഒരു മർദ്ദനം ഉണ്ടാവുന്നത്. ഈ വിഷ്ണുവും അതുപോലെ തന്നെ വിഷ്ണുവിന്റെ ഭാര്യ ആദ്രയും കഴിഞ്ഞ 1.5 കൊല്ലമായി പിരിഞ്ഞു താമസിക്കുന്നവരാണ്. ഇവർ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവർ തമ്മിലൊരു ധാരണയുണ്ടായിരുന്നു. അവധി ദിവസങ്ങളിൽ വിഷ്ണുവിനൊപ്പമായിരിക്കും ഇവരുടെ 4 വയസ്സ് പ്രായമുള്ള മകൻ ഉണ്ടാവുക. അത്തരത്തിൽ മകനെ അവധി ദിവസം വിഷ്ണു വീട്ടിലേക്ക് കൊണ്ടുപോയതാണ്. അതിനുശേഷം അവധി കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിന് വേണ്ടി ആതിരയുടെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. അവിടെ വെച്ചാണ് ആതിരയുടെ ബന്ധുക്കളുമായി തർക്കമുണ്ടാവുന്നത്. പിന്നീട് അത് അടിപിടിയിലേക്ക് കലാശിക്കുകയായിരുന്നു. വിഷ്ണുവിനെ ഈ ആതിരയുടെ ബന്ധുക്കൾ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് പോലീസിന് വിഷ്ണുവിന്റെ ബന്ധുക്കൾ നൽകിയിരിക്കുന്ന പരാതി. ഈ പരാതിയിൽ മേൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആതിരയുടെ ബന്ധുക്കളായിട്ടുള്ള 2 പേര് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ മർദ്ദനമാണോ മരണത്തിലേക്ക് നയിച്ചതെന്നുള്ള കാര്യത്തിലൊരു സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്ത് നടത്താൻ കഴിഞ്ഞിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നെങ്കിൽ മാത്രമേ മരണകാരണം എന്താണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ സാധിക്കുകയുള്ളൂ. സംഗീത. ശരി മനീഷ്, കായംകുളത്താണ് മർദ്ദനമേറ്റ് യുവാവ് മരിച്ചത്. കായംകുളം സ്വദേശി വിഷ്ണുവാണ് കുഴഞ്ഞു വീണ് മരിച്ചത്.